ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വൈദ്യുതിയുടെ കാന്തിക ഫലം എന്ന പാഠഭാഗവുമായിട്ടാണ്. ഒട്ടും സമയം കളയാണ്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കൊരു ചിത്രം കാണാനായിട്ട് പറ്റും അല്ലേ? നമ്മൾ മിക്ക ഹോസ്പിറ്റൽസിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ MRI സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂം കാണാനായിട്ട് പറ്റും അല്ലേ? ആ ഒരു റൂമിൻ്റെ പുറത്ത് എന്തൊട്ടിച്ചിട്ടുണ്ട്? ഡേഞ്ചർ, അപായം, റെസ്ട്രിക്റ്റഡ് ആക്സസ് അല്ലേ? എന്താണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കടക്കാനായിട്ട് പാടില്ല, അങ്ങനെയൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പം ആർക്കാണോ സ്കാൻ ചെയ്യേണ്ടത് എന്നുള്ളത് അയാളെ മാത്രമാണ് ഇതിൻ്റെ അകത്തേക്ക്, ഈ ഒരു റൂമിൻ്റെ അകത്തേക്ക് കയറ്റുള്ളൂ അല്ലേ? ഇല്ലാണ്ട് നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ കൂടെ വന്ന ആളെ ഒന്നും ഉള്ളിലേക്ക് കടത്തൂല അല്ലേ? അയാളൊക്കെ പുറത്താണ് ഇരിക്കുക അല്ലേ? അപ്പം അതിലെന്തോ ഒരു കാര്യം ഉണ്ടാവും അല്ലേ? ഇവിടെ പിന്നെ എഴുതിയിട്ടുണ്ട് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, ദിസ് മാഗ്നറ്റ് ഈസ് ഓൾവേസ് ഓൺ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാന്തിക മണ്ഡലമാണുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കാന്തം എപ്പോഴും ഓൺ ആയിട്ടാണ് ഉണ്ടാവുക അല്ലെ? അപ്പൊ എന്തെല്ലോ ഒരു പന്തികേടുണ്ട് അല്ലെ? അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. കാന്തങ്ങൾ അപകടകാരികളാണോ? ഈ ഒരു കുട്ടി ചോദിക്കും കാന്തങ്ങൾ അപകടകാരികളാണോ എന്ന്. അപ്പൊ ഈ അച്ഛൻ പറയും ഞാൻ പറഞ്ഞു തരാം, പക്ഷെ അതിനു മുന്നേ നമുക്ക് ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും? ഈ MRI സ്കാനിന്റെ അപായം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. സ്വതന്ത്രമായി തിരിയുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന പിവറ്റ് ചെയ്യപ്പെട്ട കാന്തസൂചിക്ക് സമീപം ഒരു തടിക്കഷ്ണം കൊണ്ടുവന്ന് നോക്കും. ഇവിടെ എന്താണ്? സ്വതന്ത്രമായിട്ട് തിരിയുന്ന ഒരു കാന്തസൂചി ഉണ്ട്. കാന്തസൂചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു കാന്തം ഉണ്ടാവും അല്ലെ? ഒരു നോർത്ത് അഗ്രവും ഉണ്ടാവും, സൗത്ത് അഗ്രവും ഉണ്ടാവും അല്ലെ? ഇങ്ങനെ നോർത്തും സൗത്തും വരുന്ന രണ്ട് അഗ്രങ്ങളുള്ള എന്തുണ്ടാവും? ഒരു കാന്തസൂചിയാണ് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി എന്താ ചെയ്യുന്നത്? ഈ കാന്തസൂചിന്റെ അടുത്തേക്ക് ഒരു മരത്തിന്റെ കഷ്ണമാണ് കൊണ്ടുപോയി വെക്കുന്നത് അല്ലെ? അപ്പൊ ഈ മരത്തിന്റെ കഷ്ണം ഈ ഒരു കാന്തസൂചിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് കാണാനായിട്ട് പറ്റുക? ഈ കാന്തസൂചി അനങ്ങാണ്ട് അങ്ങനെ തന്നെ നിൽക്കും അല്ലെ? നമ്മൾ എങ്ങനെയാണോ അത് വെച്ചത് അങ്ങനെ തന്നെ ഈ കാന്തസൂചി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ എന്ത് നിരീക്ഷിക്കുന്നു? കാന്തസൂചി വിഭ്രംശിക്കുന്നില്ല. എന്താണ്? വിഭ്രംശിക്കുന്നില്ല അല്ലെ? വിഭ്രംശിക്കുന്നുണ്ടാ? ഇല്ല, വിഭ്രംശിക്കുന്നില്ല. ഇനി അടുത്ത നോക്ക്. തടിക്കഷ്ണത്തിനു പകരം ഒരു ബാർ മാഗ്നറ്റ് കാന്തസൂചിക്ക് സമീപം കൊണ്ടുവരൂ. എന്ത് നിരീക്ഷിക്കുന്നു? ഇനി എന്താണ്? ആദ്യം നമ്മൾ ഒരു കാന്തസൂചിന്റെ അരികിൽ എന്താണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്? ഒരു തടിക്കഷ്ണമായിരുന്നു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്താ കൊണ്ടുവന്ന് വെച്ചത്? ഒരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ബാർ കാന്തമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാന്തസൂചിക്ക് അരികിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടുത്തെ ഈ കാന്തസൂചി ആദ്യം ഇങ്ങനെയായിരുന്നു നിന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ബാർ കാന്തം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഈ ഒരു കാന്തസൂചിക്ക് എന്ത് സംഭവിച്ചു? ചെറുതായിട്ട് എന്ത് സംഭവിച്ചു? വിഭ്രംശിക്കാനായിട്ട് തുടങ്ങി അല്ലെ? വിഭ്രംശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോ കാന്തത്തിന് എത്ര അഗ്രങ്ങളുണ്ട്? നോർത്തും സൗത്തും ഉണ്ട് അല്ലെ? നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വേറൊരു കാന്തവും എടുത്തെന്ന് വിചാരിക്കും. അതിനും നോർത്തും സൗത്തും ഉണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നോർത്തും അടുപ്പിച്ചു വെക്കുകയും അടുത്തത് നോർത്തും സൗത്തും അടുപ്പിച്ചു വെച്ച്, അടുത്തത് സൗത്തും നോർത്തും അടുപ്പിച്ചു വെച്ച്, അടുത്ത സൗത്തും അടുപ്പിച്ചു വെച്ചു എന്ന് വിചാരിക്കേ. ഇതെന്താ? ഒരേപോലെയുള്ള ആൾക്കാരാണല്ലോ. ഒരേപോലെയുള്ള ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യില്ല? ആകർഷിക്കില്ല. ഇവരെന്ത് ചെയ്യും? വികർഷിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇതെന്താ? ഒരേപോലെയുള്ള ആൾക്കാരാണോ? അല്ല, വേറെ വേറെ ആൾക്കാരാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതും വേറെ വേറെ ആൾക്കാരാ. അപ്പൊ ഇതും എന്ത് ചെയ്യും? ആകർഷിക്കും. ഇതെന്താ? ഒരേപോലെയുള്ള ആൾക്കാരാ. അപ്പൊ ഇവരെന്ത് ചെയ്യും? വികർഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഒരേപോലെയുള്ള ധ്രുവങ്ങൾ. ഇവിടെ രണ്ട് ധ്രുവങ്ങൾ ഉണ്ട്. നോർത്ത് ധ്രുവവും ഉണ്ട്, സൗത്ത് ധ്രുവവും ഉണ്ട് അല്ലെ? നോർത്തും ഒരേപോലെയുള്ള ധ്രുവങ്ങളാണ്. ഒരേപോലെയുള്ള ധ്രുവങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ ആകർഷിക്കില്ല, പകരം എന്ത് ചെയ്യും? വികർഷിക്കും. ഒരേപോലെ അല്ലാണ്ട് വേറെ വേറെയാണ് വന്നതെങ്കിൽ അതെന്ത് ചെയ്യും? ആകർഷിക്കും. ആകർഷിക്കും.
ഒരേപോലെയുള്ള വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വികർഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കാന്തത്തിന്റെ ഒരേപോലെയുള്ള ആൾക്കാർ വികർഷിക്കും, വേറെ വേറെ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? ആകർഷിക്കുകയും ചെയ്യും അല്ലെ? ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എന്താ ഒരു എന്ത് വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്? ഒരു കാന്തസൂചിയുണ്ട്, കാന്തവും ഉണ്ട് അല്ലെ? കാന്തം അടുത്ത് കൊണ്ടുവന്ന് ഈ കാന്തസൂചിന്റെ നോർത്താണിത്, ഈ ബാർ മാഗ്നറ്റിന്റെ നോർത്തും ആണ് ഇത് അല്ലെ? അപ്പൊ ഇതെന്താ? ഒരേപോലെയുള്ള ആൾക്കാരാണ് അല്ലെ? ഒരേപോലെയുള്ള ആൾക്കാരാവുമ്പോ എന്ത് ചെയ്യും? വികർഷിക്കും അല്ലെ? വികർഷിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും അല്ലേ? നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ വെച്ചിരുന്ന അല്ലെ, ഇങ്ങനെ വെച്ചിരുന്ന കാന്തസൂചിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? വിഭ്രംശിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. എന്തുണ്ട്? വിഭ്രംശിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് പറ്റും. ഇനിയിപ്പോ ഈ കാന്തം ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോളാ കൊണ്ടുവന്ന് വെച്ചേന്നെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ എന്താണ് ചെയ്യാം? അട്രാക്ഷൻ അല്ലെ? എന്താണ്? ആകർഷിക്കുകയാണ് ചെയ്യുക അല്ലെ? ആകർഷിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വിഭ്രംശിക്കും അല്ലെ? ആകർഷിക്കുമ്പോൾ എന്ത് ചെയ്യും? വിഭ്രംശിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഒരു കാന്തസൂചിക്ക് സമീപം ഒരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ബാർ കാന്തം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂചിക്ക് എന്ത് സംഭവിക്കും? ഒരു വിഭ്രംശിക്കും അല്ലെ? ഈ സൂചി എന്ത് ചെയ്യും? വിഭ്രംശിക്കും അല്ലെ? ചിലപ്പോൾ ഇവിടെ എന്താവാം? ആകർഷണമാവാം, ചിലപ്പോൾ ഇവിടെ എന്താകാം? വികർഷണം ആവാം അല്ലെ? വികർഷണം ആവാം. ഓക്കെ, ഇതിന് കാരണം എന്തായിരിക്കും? രണ്ട് കാന്തിക ധ്രുവങ്ങളുടെ പരസ്പരാകർഷണ വികർഷണം മൂലമല്ലേ കാന്തസൂചി വിഭ്രംശിച്ചത് അല്ലെ? അത് നമ്മൾ കണ്ട കാര്യമാണ് അല്ലെ? കാന്തസൂചിക്ക് സമീപം മറ്റൊരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കപ്പെട്ടാൽ കാന്തസൂചി വിഭ്രംശിക്കും എന്ന് മനസ്സിലായല്ലോ അല്ലെ? എന്താണ് ഈ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്? ഇവിടെ ഞാനിപ്പോ ഒരു കാന്തത്തിനെ വരക്കുന്നത്, ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ്. ഇങ്ങനെ ഒരു കാന്തം ഉണ്ടെന്ന് വിചാരിക്കും. ഈ കാന്തത്തിന്റെ ഇങ്ങനെ അടുത്ത് ഞാനൊരു മുട്ടസൂചി കൊണ്ടുവന്ന് വെച്ചെന്ന് വിചാരിക്കും. ഈ കാന്തത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ കാന്തത്തിന് ഈ മുട്ടസൂചിനെ ആകർഷിക്കാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ഒരു മണ്ഡലം ഉണ്ട് അല്ലെ? ഈ ഒരു കാന്തത്തിന് കാന്തിക വസ്തുക്കളെ ആകർഷിക്കാൻ ഒരു മണ്ഡലം ഉണ്ട് അല്ലെ? അതിനെയാണ് എന്ത് പറയുന്നത്? കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഇനി ഈ കാന്തിക മണ്ഡലത്തിന്റെ പുറത്താണ് ഞാനൊരു മുട്ടസൂചിനെ കൊണ്ടുവന്ന് വെച്ചതെങ്കിൽ ഈ കാന്തത്തിന് ആകർഷിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഏത് നമ്മളുടെ ഈ ഒരു കാന്തം എടുത്തു കഴിഞ്ഞാൽ ആ കാന്തത്തിന് ആകർഷിക്കാൻ പറ്റുന്ന അത്ര ഒരു മണ്ഡലമുണ്ട്. ആ ഒരു മണ്ഡലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മളിപ്പോ ഒരു ക്രിക്കറ്റ് കളിക്കാന്ന് വിചാരിക്കും അല്ലെ? ക്രിക്കറ്റ് കളിക്കാൻ ഒരു ഗ്രൗണ്ട് ഉണ്ടാവും അല്ലെ? ഈ ഒരു ഗ്രൗണ്ടാണ് ഇവരുടെ മണ്ഡലം അല്ലെങ്കിൽ ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഈ ക്രിക്കറ്റ് കളിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ കാന്തത്തിനും അല്ലെ? ഈ കാന്തത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ആകർഷിക്കാനും വികർഷിക്കാനും ഒക്കെ ഒരു മണ്ഡലമുണ്ട്. അതിനെയാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ, കാന്തിക മണ്ഡലത്തിൽ അനേകം മണ്ഡല രേഖകൾ, ഫ്ലക്സ് രേഖകൾ ഉണ്ട്. ഈ സാങ്കല്പിക രേഖകൾ കാന്തിക മണ്ഡലത്തെ ദൃശ്യവൽക്കരിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ കാന്തിക മണ്ഡലം എന്താണ് നോക്കി. ഇനി നമുക്ക് എന്ത് നോക്കാനുണ്ട്? മണ്ഡല രേഖകൾ നോക്കാനായിട്ടുണ്ട്. മണ്ഡല രേഖകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ബാർ മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കും. ഇത് നോർത്ത് ആണ്, ഇത് സൗത്ത് ആണ് അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കണ്ടേ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാന്തത്തിന്റെ മണ്ഡല രേഖകൾ അല്ലെങ്കിൽ ഫ്ലക്സ് രേഖകൾ എന്ന് പറയുന്നത് നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലാണ് അവസാനിക്കുക. എന്താണ്? ഒരു കാന്തത്തിന്റെ മണ്ഡല രേഖകൾ നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്കാണ് അവസാനിക്കുക. ഇങ്ങനെ കേട്ടോ. എന്താണ്? ഒരു കാന്തത്തിന്റെ മണ്ഡല രേഖകൾ നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്ക് അവസാനിക്കുക. അപ്പൊ ഒറ്റൊന്നാണോ ഉണ്ടാവുക? അല്ല, കുറേ മണ്ഡല രേഖകൾ ഇങ്ങനെ പോകുന്നുണ്ടാവും അല്ലെ? എവിടുന്ന് എവിടത്തേക്ക്? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. എങ്ങനെ? നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് മണ്ഡല രേഖകൾ പോകുന്നത്. എപ്പോൾ? കാന്തത്തിന് പുറത്ത്. എന്താണ്? കാന്തത്തിന് പുറത്താണെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. കാന്തത്തിന് പുറത്താണെങ്കിൽ അല്ലെ? കാന്തത്തിന്റെ പുറത്തുള്ള മണ്ഡല രേഖകൾ എവിടുന്ന് എവിടത്തേക്കാ പോന്നെ? നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. പക്ഷേങ്കിൽ കാന്തത്തിന്റെ ഉള്ളിലാണെങ്കിൽ, അല്ലെങ്കിൽ കാന്തത്തിന്റെ അകത്താണെങ്കിൽ അത് കാന്തിക രേഖകൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും പോവുക. എങ്ങനെയാണ്? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്. ഞാൻ വേറൊരു ചിത്രം വരച്ച് കാണിച്ചു തരാം. ഇവിടെ നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട് അല്ലെ? നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് പുറത്തുകൂടെ പോവുക അല്ലെ?
കാന്തത്തിന്റെ പുറത്തുകൂടെ എങ്ങനെയാണ് പോവാ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഇവിടെ നോക്കിക്കോളൂ, നോർത്തിൽ നിന്ന് പോയി സൗത്തിലേക്ക് എത്തി. ഇനി എന്ത് ചെയ്യും? സൗത്തിൽ നിന്ന് എന്ത് ചെയ്യും? നോർത്തിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കാന്തത്തിന്റെ മണ്ഡല രേഖകൾ പുറത്താണെങ്കിൽ എവിടെ നിന്ന് എവിടത്തേക്കാ പോവാ? നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും പോവാ. അകത്താണെങ്കിൽ അത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും പോവാ കേട്ടോ. സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും പോവാ. ഓക്കെ, അപ്പൊ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പുറത്തുകൂടെ പോവും, അകത്തുകൂടെ എങ്ങനെയാ? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോവും. ഇതിപ്പോ എന്നിവിടെ എസ് ഇവിടെ അല്ലേ വരച്ചേ? ഇനിയിപ്പോ ഇവിടെ എസ് ഇവിടെ എൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയാ ഉണ്ടാവുക? ഇവിടെ നിന്ന് ഇവിടത്തേക്ക്. അപ്പൊ ഏറോ മാർക്ക് എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലെ? ഏറോ മാർക്ക് എങ്ങനെ വരും? ഇങ്ങനെ വരും. കാരണം എന്താ? നമ്മളുടെ കാന്തിക മണ്ഡല രേഖകൾ അല്ലെ എങ്ങനെയാ പോകുന്നത്? നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. അതുകൊണ്ടാണ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ന് പറയുന്നത് പോലെ രേഖ ഇങ്ങനെ വരച്ചത്. അതേപോലെ ഉള്ളിൽ കൂടി എങ്ങനെയാ പോവാ? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം എന്ത് ചെയ്യാ? മനസ്സിലാക്കി വെക്കാട്ടോ. ഒരു കാന്തത്തിന്റെ പുറത്തു കൂടെ ആണെങ്കിൽ കാന്തിക മണ്ഡല രേഖകൾ അല്ലെങ്കിൽ കാന്തിക രേഖകൾ, മണ്ഡല രേഖകൾ എങ്ങനെയാ പോകുന്നത്? പുറത്താണെങ്കിൽ നോർത്ത് നിന്ന് സൗത്തിലേക്കും, അകത്താണെങ്കിൽ സൗത്ത് നിന്ന് നോർത്തിലേക്കുമാണ് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സ് രേഖകൾ സയൻസ് ഡയറിയിൽ ചിത്രീകരിക്കുക. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താ? സൗത്ത് ഇവിടെയാണ്, നോർത്ത് ഇവിടെയാണ് അല്ലെ? നമ്മുടെ പുറത്താണെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അല്ലെ, പക്ഷെ ഉള്ളിലാണെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്. അതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഒരു കാന്തത്തിന് പുറത്ത് കാന്തിക ഫ്ലക്സ് രേഖയുടെ ദിശ എപ്രകാരമായിരിക്കും? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. കാന്തത്തിനകത്ത് എങ്ങനെയായിരിക്കും? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്. സ്ഥിരകാന്തങ്ങൾ ഉപയോഗിക്കാതെ മറ്റേതെങ്കിലും രീതിയിൽ കാന്തിക മണ്ഡലം സൃഷ്ടിക്കാൻ സാധിക്കുമോ? അല്ലെ, സ്ഥിരകാന്തം ഉപയോഗിക്കാണ്ട് വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് എന്താ കാന്തിക മണ്ഡലം സൃഷ്ടിക്കാനാവോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. വൈദ്യുത വാഹിയായ ചാലകവും കാന്തിക മണ്ഡലവും അല്ലെ. ഇവിടെ നോക്കിക്കോട്ടെ, ഇവിടെ എന്താ? ഒരു ചാലകം ഉണ്ട് കേട്ടോ. ഇവിടെ എന്താണ്? ഒരു വൈദ്യുതിനെ കടത്തി വിടുന്ന ഒരു ചാലകം ഉണ്ട്. പിന്നെ എന്താണ്? ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ ഇവിടെ എന്താണ്? ഒരു ബാറ്ററിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സർക്യൂട്ടിന്റെ അടുത്ത് തന്നെ, എന്തും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്? നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കാന്തസൂചിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എങ്ങനെയാണുള്ളത്? സ്വിച്ച് ഓഫ് ആയിട്ടാണല്ലോ ഉള്ളത് അല്ലെ? സ്വിച്ച് എന്തായിട്ടാണുള്ളത്? ഓഫ് ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഒരു എന്താണ് സർക്യൂട്ട് ഈ ഒരു കാന്തിക സൂചിയുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച്, എന്നിട്ട് നമുക്ക് എന്താണ് കാണാനായിട്ട് പറ്റുക? ഈ കാന്തിക സൂചിക്ക് എന്തെങ്കിലും ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവോ? ഇല്ല. എന്തെങ്കിലും ഒരു ഉണ്ടാവോ? ഇല്ല. അത് അനങ്ങാണ്ട് ഇങ്ങനെ തന്നെ അവിടെ നിൽക്കും അല്ലെ? അനങ്ങാണ്ട് എങ്ങനെ തന്നെ നിൽക്കും? ഇങ്ങനെ തന്നെ നിൽക്കും. യെസ്. ഇനി നേരെ മറിച്ച് ഇതിനെ ഞാൻ എന്ത് ചെയ്ത്? ഓഫ് അല്ലാണ്ട് ഓൺ ആക്കി. ഓക്കെ, ഇതെന്ത് ചെയ്ത്? ഞാൻ കണക്റ്റ് ആക്കി വെച്ചെന്ന് വിചാരിക്കും. കണക്റ്റ് ആക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ബാറ്ററിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യും? കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ? നമ്മളുടെ ഈ ഒരു ചാലകം വഴി എന്ത് ചെയ്യും? കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ട് നിൽക്കും. അന്നേരം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാന്തസൂചി വിഭ്രംശിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് പോകും, അല്ലെ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് പോയി ഇങ്ങനെ നീങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന്റെ അർത്ഥം എന്തായിരിക്കും? അതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ല. ഇവിടെ ഇപ്പൊ ആദ്യം നമ്മൾ എന്താ? സെല്ല് അല്ലെ, എന്താണ്? കീ എന്താണ്? കണക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല അല്ലെ? കണക്റ്റ് ഒന്നും ചെയ്യാണ്ടാണ് പോയിട്ടുള്ളത് അല്ലെ? കണക്റ്റ് ഒന്നും ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെ കറണ്ടിന് എന്ത് ചെയ്യാനായിട്ട് പറ്റൂല? ഫ്ലോ ചെയ്യാനായിട്ട് അല്ലെ? കറണ്ടിന് പോകാനായിട്ട് പറ്റില്ല. നേരെ മറിച്ച് ഇത് പൂട്ടിയപ്പോൾ അല്ലെ, എന്ത് സംഭവിച്ചു? കറണ്ടിന് ഈ കമ്പികളിലൂടെ എന്ത് ചെയ്യാനായിട്ട് പറ്റി? ഇങ്ങനെ പോവാനായിട്ട് പറ്റി. അപ്പൊ കറണ്ട് ഒരു ചാലക കമ്പിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു? നമ്മളുടെ ഈ ഒരു കാന്തസൂചി വിഭ്രംശിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ ഒരു ചാലക കമ്പിയില്
ചുറ്റിലും എന്തുണ്ടാക്കിയിട്ടുണ്ടാവും? ഒരു കാന്തിക മണ്ഡലം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്താണ്? ഒരു കാന്തിക മണ്ഡലം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു കാന്തസൂചി എന്ത് ചെയ്യുള്ളൂ? വിഭ്രംശിക്കുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഒരു കറണ്ട് പ്രവഹിക്കുന്ന അല്ലെങ്കിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്താണ്? ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന, അതിവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഈ കാന്തിക മണ്ഡലത്തിന് ഒരു കാന്തസൂചിയിൽ ബലം പ്രയോഗിക്കാൻ കഴിയും. ഇതാണ് വൈദ്യുതിയുടെ കാന്തിക ഫലം എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്? ഇതിങ്ങനെ ഓഫാക്കിയിട്ട് അല്ലെ, ഓഫാക്കിയിട്ടപ്പോൾ ഈ ഒരു ചാലക കമ്പിയിലൂടെ എന്താ, വൈദ്യുതിന് പ്രവഹിക്കാനായിട്ട് പറ്റൂല അല്ലെ. അതുകൊണ്ട് ഈ ഒരു നമ്മുടെ കാന്തസൂചിക്ക് ദിശ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് അത് അനങ്ങാണ്ട് അങ്ങനെ തന്നെ നിന്ന്. നേരെ മറിച്ച് ഈ ഒരു സ്വിച്ച് ഓണാക്കിയപ്പോൾ അല്ലെ, ഈ ഒരു സ്വിച്ച് ഓണാക്കിയപ്പോൾ ഈ ചാലക കമ്പിയിലൂടെ എന്ത് പ്രവഹിക്കാനായിട്ട് തുടങ്ങി? വൈദ്യുതി പ്രവഹിക്കാനായിട്ട് തുടങ്ങി. ഇങ്ങനെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഈ ചാലക കമ്പിക്ക് ചുറ്റും എന്തുണ്ടാക്കാനായിട്ട് തുടങ്ങി? ഒരു കാന്തിക മണ്ഡലം അതിന് ചുറ്റും ഉണ്ടാവാനായിട്ട് തുടങ്ങി. ആ ഒരു കാന്തിക മണ്ഡലം അല്ലെ, ഈ ഒരു കാന്തിക മണ്ഡലം ഉണ്ടായത് കൊണ്ട് നമ്മളുടെ ഈ ഒരു കാന്തസൂചി എന്ത് ചെയ്തു? വിഭ്രംശിച്ചു. എന്ത് ചെയ്തു? വിഭ്രംശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? നമ്മളുടെ വൈദ്യുതിയുടെ കാന്തിക ഫലം എന്ന് പറയുന്നത്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഈ കാന്തിക മണ്ഡലത്തിന് ഒരു കാന്തസൂചിയിൽ ബലം പ്രയോഗിക്കാൻ കഴിയും. ഇതാണ് വൈദ്യുതിയുടെ കാന്തിക ഫലം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും ഭാഗങ്ങളാണ് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.